ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കുറേ പേപ്പർ കമ്മലിൻ്റെ കളക്ഷൻസാണ്. ഇത് പേപ്പർ ജിമിക്കിയാണ്. പേപ്പർ ജിമിക്കി ഡബിൾ കളർ കൊണ്ടുണ്ടാക്കി. ഇത് മെറൂൺ ആൻഡ് ബ്രൗൺ 2 ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 ഷെയ്ഡ് യൂസ് ചെയ്ത് ജിമിക്കി ഉണ്ടാക്കി. അതിൽ ഈ ഹാങ്ങിങ്സ് ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ ഹാങ്ങിങ്സ് എന്നിട്ട് അറ്റാച്ച് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് ഇതിനൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നെയിൽ പോളിഷ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വേറെ 2 ജിമിക്കീസാണ്. 2 കളറ്, ഒരു പിങ്ക് കളറും ഒരു ബ്രൗൺ കളറും. ഈ ബ്രൗൺ കളറ് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ട് ഇതിൽ വൈറ്റ് കളറ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ചുറ്റിലും. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലും രൂപത്തിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേറൊരു ടൈപ്പ്, ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്. ഇതൊക്കെ ചുരിദാറിനൊക്കെ മാച്ചിങ് ആയിട്ട് നമുക്കിങ്ങനെ ഡബിൾ കളറിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഗ്രീൻ ആൻഡ് വൈറ്റ് കളറിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ പേപ്പർ പല ടൈപ്പിലുള്ള പേപ്പർ കളർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ചെറിയൊരു സ്റ്റഡാണ്. ഇത് ലൈറ്റ് ഗ്രീൻ കളറ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതൊരു നമുക്കിങ്ങനെ കമ്മലിൻ്റെ ഈ ബേസ് മേടിക്കാൻ കിട്ടും. ഇത് ഗോൾഡൻ കളറിൽ സിൽവർ കളറിലും ഒക്കെ മേടിക്കാൻ കിട്ടും. ഇതിൽ എന്നിട്ട് ഒട്ടിച്ചു വെച്ചു. എന്നിട്ട് അതിന് ചുറ്റിലും ചെറിയ ഗോൾഡൻ കളറ് ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു ഇത് സ്റ്റഡല്ല, വേറൊരു ഹാങ്ങിങ് ആണ്. ഇതും ചുരിദാറിനൊക്കെ മാച്ചിങ് ആയിട്ട് ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിലും യെല്ലോ ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നടുക്ക് ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഒരല്പം കൂടെ വലിപ്പം കൂടിയ ഒരു സ്റ്റഡാണ്. ഡബിൾ കളർ യൂസ് ചെയ്തു. ഡബിൾ കളറിൽ എന്നിട്ട് മുകളിലും താഴെയുമായിട്ട് 2 സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഗ്രീൻ ആൻഡ് യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ആൻഡ് യെല്ലോയിൽ യൂസ് ചെയ്തിട്ട് ഇതിൽ സ്റ്റോണിന് പകരം നടുക്കൊരു വൈറ്റ് കളറ് ബീഡാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് കൊടുക്കാം. സ്റ്റോൺസ് ഉണ്ടെങ്കിൽ സ്റ്റോൺസൊക്കെ പല കളറിലുള്ള സ്റ്റോൺസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിങ്ങിന് മാച്ചിങ് ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.